ശ്രീ രമേശ്, ഒരുപക്ഷെ ഇന്ന് വന്ന എ കെ ബാലൻ്റെ പ്രസ്താവന വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും യു ഡി എഫിനെ ഒരു നാശമാക്കും ബി ജെ പിയും ആർ എസ് എസും. അതുപോലെ തന്നെ ഒരു 3-4 മാറാട് കലാപങ്ങൾ ഉണ്ടാകും. ഈ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വന്നു. യു ഡി എഫ് അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ജമാഅത്ത് ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. ഇതിനെ എനിക്ക് താങ്കളോട് സ്ട്രെയിറ്റായി ചോദിക്കാനുള്ളൊരു കാര്യം, ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണോ അതോ എൽ ഡി എഫ് മുക്ത കേരളമാണോ? ബി ജെ പി കേരളത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറാനാണ് പരിശ്രമിക്കുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയ സമീപനം വളരെ കൃത്യമല്ല SKN. കേരളം കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി എൽ ഡി എഫിനും യു ഡി എഫും പങ്കിട്ടെടുക്കുകയാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോഴും ഒരു പരസ്പര ധാരണയോടുകൂടി പരസ്പരം വെച്ചു മാറുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും സമാനമായിട്ടുള്ള നിലപാടാണ് യു ഡി എഫിനും എൽ ഡി എഫിനും എല്ലാ കാലഘട്ടത്തിലുമുള്ളത്. അത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചായാലും കേരളത്തിലെ അപകടകരമായ രീതിയിൽ വരുന്ന തീവ്രവാദ രാഷ്ട്രീയത്തോടായാലും മുസ്ലിം സംഘടിത ശക്തിയുടെ രാഷ്ട്രീയമായാലും ഇതിനെല്ലാം ഒരേപോലെയുള്ള സമീപനം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള, ഏറെയും കുറഞ്ഞും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ നിലപാടുകൾ സ്വീകരിച്ച് അതിൻ്റെ ഗുണഭോക്താക്കൾ എല്ലാ സന്ദർഭത്തിലുമായിട്ടുള്ള പാർട്ടികളും മുന്നണികളുമാണ് എൽ ഡി എഫും യു ഡി എഫും. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനെയും ഒരേപോലെ കാണുന്ന ഒരു പാർട്ടിയാണ്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ പോലും 2 മുന്നണികളെയും ഒരേപോലെ കണ്ടുകൊണ്ട് മത്സരിച്ചിട്ടുള്ള മുന്നണിയും പാർട്ടിയുമാണ് ഞങ്ങളത്. ഞങ്ങളെ തോൽപ്പിക്കുന്ന കാര്യത്തിൽ സമാനമായിട്ടുള്ള ധാരണ ഈ പ്രാവശ്യവും എൽ ഡി എഫിനും യു ഡി എഫിനും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയെയോ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഇല്ലാതാക്കലല്ല. 2 മുന്നണികൾക്കും ബദലായി ഒരു തേർഡ് ഓൾട്ടർനേറ്റീവിന് കേരളത്തിൽ സാധ്യതയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇന്നിപ്പോൾ നാം ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാൻ ഞാൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ കേരളത്തിൽ ഈ പ്രാവശ്യവും സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ടിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടിയുള്ള പരിശ്രമം എൽ ഡി എഫും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM കോൺഗ്രസും അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നെല്ലാം. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ, 10-15 വർഷക്കാലമായി കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പുകളും നാം പരിശോധിച്ച് നോക്ക്. ആ തെരഞ്ഞെടുപ്പുകളെല്ലാം നിർണ്ണയിക്കപ്പെടുന്നത് കേരളത്തിലെ സംഘടിതമായിട്ടുള്ള മുസ്ലിം രാഷ്ട്രീയത്തെ ആർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം നിർണ്ണയിക്കപ്പെടുന്നത്. അങ്ങനെ ആ സമൂഹത്തിൻ്റെ സ്വാധീനം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ഓരോ സന്ദർഭത്തിലും ഈ 2 പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാട് ആ സമൂഹത്തിലെ ഏറ്റവും തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുടെയും സംഘടനയെയും കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതിന്ന് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ ഇന്നലെ SDP ആണ്. അപ്പോൾ തരാതരം പോലെ നേരത്തെ ISSനെ കൂടെ കൂട്ടിയിരുന്നു, അതിനു മുമ്പ് PDP കൂടെ കൂട്ടിയിരുന്നു. ഇപ്പോൾ PDP എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. ഇന്നിപ്പോൾ PDPക്ക് വലിയ സ്വാധീനമില്ലെങ്കിലും അത് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ മുസ്ലിം സമൂഹത്തെ ഒരു തീവ്രവാദ നിലപാടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ ഭാഗമാണല്ലോ PDP. ആ PDPയെ കേരളത്തിൽ യു ഡി എഫും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, എൽ ഡി എഫും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ചില തെരഞ്ഞെടുപ്പിൽ PDP കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു, ചില തെരഞ്ഞെടുപ്പിൽ PDP CPMൻ്റെ കൂടെയായിരുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമി ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. ഇന്നലകൾ ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെയായിരുന്നു? കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ചും 2020 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി CPMൻ്റെ കൂടെയായിരുന്നു എന്ന് മലബാറിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. ജമാഅത്തെ ഇസ്ലാമി തന്നെ ആ കാര്യം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്, പറയുകയും ചെയ്തിട്ടുള്ളതാണ്. SDP ചില ഘട്ടങ്ങളിൽ CPMനെ സഹായിക്കുന്നു, ചില ഘട്ടങ്ങൾ കോൺഗ്രസിനെ സഹായിക്കുന്നു. SDP കോൺഗ്രസിനെ സഹായിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ SDP ബോധപൂർവം CPMനെ സഹായിക്കുന്ന ഒരു നിലപാട് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട്. എത്രയോ പഞ്ചായത്തുകൾ നമുക്ക് വേണമെങ്കിൽ ഉദാഹരിച്ച് പറയാൻ വേണ്ടി സാധിക്കും. SDP സ്ട്രാറ്റജിക്കൽ വോട്ട് ചെയ്തുകൊണ്ട് LDFന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ധാരാളം പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ തരാതരം പോലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും തരാതരം പോലെ ഇവർ പ്രയോജനപ്പെടുത്തും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വികസനത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ ഇതൊക്കെ പറയുന്നതിനപ്പുറത്ത് എളുപ്പത്തിൽ ജയിച്ചു വരാൻ വേണ്ടി കേരളത്തിൽ സംഘടിതമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടിയാൽ ജയിക്കാൻ സാധിക്കും. ഈ വിശ്വാസത്തിലാണ് CPMും കോൺഗ്രസും പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ചർച്ചകളൊക്കെ കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ AK ബാലൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ മാറാടിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നന്നായി. മാറാട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ സംഘർഷങ്ങളും കലാപങ്ങളുടെയും പിറകിൽ പ്രവർത്തിച്ച ആളുകൾ ഏതാണ്?
അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആർക്കാണ് കഴിയാതെ പോയിട്ടുള്ളത്? ഇപ്പൊ മാറാട് കലാപത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള തോമസ് ടി ജോസഫിന്റെ കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് മാറാട് കലാപത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ കലാപത്തെ, കലാപാനന്തര മാറാടിനെ സംബന്ധിച്ചിടത്തോളം സംഘർഷഭരിതമാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് അവിടെ നിരപരാധികളെ കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ കൂടെയായിരുന്നു. കോൺഗ്രസും CPM ഉം ലീഗും ജമായത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു ഭാഗത്ത് മാറാട് കടപ്പുറത്ത് നിരപരാധികളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ടതിന്റെ വേദന മാറുന്ന മുമ്പ് കോഴിക്കോട് ടൗൺ ഹാളിൽ സർവകക്ഷി യോഗം ചേർന്ന സമയത്ത് മാറാട് കടപ്പുറത്ത് കൊല്ലപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിരുന്നില്ല. കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിന്റെ വേദി പങ്കിട്ടവർ CPM ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു, അന്നത്തെ KPCC പ്രസിഡന്റ് K മുരളീധരൻ, അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി, ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ, ഇവരെല്ലാവരും ഒരു വേദിയിലാണ് ഇണങ്ങുന്നത്. അപ്പോ കേരളത്തിൽ സാമുദായിക സംഘർഷം ഉണ്ടാകുമ്പോൾ, കലാപമുണ്ടാകുമ്പോൾ ആ കലാപത്തിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ ജാതിയും മതവും നോക്കി പിന്തുണച്ചിട്ടുള്ള പാരമ്പര്യം കേരളത്തിലുണ്ട്. പൂന്തുറ കമ്മീഷനെ കുറിച്ച് നേരത്തെ ശ്രീ റഹീം ഇവിടെ സൂചിപ്പിച്ചു. പൂന്തുറ കലാപം അന്വേഷിച്ച അരവിന്ദാക്ഷൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ അരവിന്ദാക്ഷൻ കമ്മീഷൻ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് മദനിയുടെ പങ്കാളിത്തം സംബന്ധിച്ച്. ആ റിപ്പോർട്ടിലെ 4-5 പേജുകൾ മദനിയെക്കുറിച്ചും ISSനെ കുറിച്ചുമാണ്. ആ മദനിയെ കൂടെ കൂട്ടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ പാർട്ടിയല്ലേ CPM ഉം കോൺഗ്രസും? നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, മദനി ജയിൽ വിമോചനായ ശേഷം അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിൽ എങ്ങനെയായിരുന്നു CPM-ന്റെ നിലപാട്. അത് കഴിഞ്ഞ് പൊന്നാനി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര മണിക്കൂറാണ് വേദിയിൽ മദനിയെ കാത്തുനിന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ ആ സംഘർഷത്തിൽ പിറകിൽ പ്രവർത്തിച്ചിട്ട ആളുകളോട് എന്തായിരുന്നു CPM-ന്റെയും കോൺഗ്രസിന്റെയും സമീപനം? അതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തെ കാര്യം MA റഹീം പറഞ്ഞു. 10 വർഷമായിട്ട് കേരളത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടന പ്രവർത്തനം വ്യാപിച്ചിരിക്കുന്നു. എല്ലാ റിപ്പോർട്ടുകളും, അത് കേന്ദ്ര ഏജൻസിയുടെ റിപ്പോർട്ട് മാത്രമല്ല, സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടും അടക്കം കേരളത്തിൽ മുസ്ലിം തീവ്രവാദ സംഘടന പ്രവർത്തനം വർദ്ധിച്ചിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. അതെങ്ങനെയാണ് വർദ്ധിച്ചിട്ടുള്ളത്? ആരാണ് അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പൊ ഏറ്റവും ഞാൻ കാണുന്ന ഒരു വിഷയം, ഈ സംഘടിതമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി ഇത്തരം തർക്കങ്ങൾ വരുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ അപ്രത്യക്ഷമായി പോകും. കേരളം നടന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അപ്രത്യക്ഷമാകും. ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ 2 മുന്നണികളും സ്വീകരിക്കുന്ന സമീപനം സംഘടിതമായിട്ടുള്ള ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുക, സംഘടിതമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് ബാങ്കിന് വേണ്ടി ആ മുസ്ലിം സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം വരുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നാം കാണാൻ വേണ്ടി പോകുന്നത്. അതിന്റെ അപകടത്തെക്കുറിച്ചാണ് കേരളം ബോധ്യപ്പെടേണ്ടത്. ഓക്കെ, താങ്ക് യു ശ്രീ MD രമേശ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.